ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് ആരെ കുറിച്ചാണെന്നറിയോ? ഒരു ക്ലൂ തരാം. പകൽ വെളിച്ചത്തിൽ മാസ ഡയലോഗുകൾ, രാത്രി ആവുമ്പോ കാലുപിടുത്തം. മനസ്സിലായില്ല? ഒരു ക്ലൂവും കൂടി തരാം. ഈ കാലുപിടുത്തം എന്ന് പറയുമ്പോ ഒരു തരി പോലും വ്യാജനല്ലാട്ടാ, നല്ല അസല് 916 ഒളിച്ച് കളി കാലുപിടുത്തം. ടി.വി. അൻവർ മാനസികമായിട്ട് വിഷമിച്ചിരിക്കല്ലേ, അപ്പൊ പിന്നെ മൂപ്പരുടെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മുടെ രാഹുൽ ബ്രോ ഒന്നത്രടം വരെ പോയി. ചെന്നപ്പോഴത്തേക്കും നട്ടപ്പാതിരിയായി. അത് പിന്നെ തിരക്കൊക്കെ ഒഴിഞ്ഞോണ്ടല്ലേ. മാനസികമായി തളർന്നിരിക്കുന്ന ഒരാൾക്ക് ധൈര്യം കൊടുക്കാൻ പോണത് ഇത്ര വലിയ തെറ്റാണോ ഗൈസ്? പറയൂ. എനിക്ക് നേരിട്ട് സംസാരിക്കണം തോന്നി, അതുകൊണ്ടാണ്. UDF നേതാക്കളൊക്കെ ടി.വി. അൻവറിന് നേരെ വാതില് കൊട്ടിയടച്ചപ്പോഴും നമ്മുടെ ടി.വി. അൻവറിനോട് സംസാരിക്കാൻ വേണ്ടി രാഹുൽ ബ്രോയുടെ മനസ്സിങ്ങനെ വെമ്പല് കൊള്ളായിരുന്നു. പിണറായി ചർച്ച ചെയ്യാൻ വേണ്ടിട്ടാണ് കേട്ടോ, അല്ലാണ്ട് നിങ്ങളൊക്കെ വിചാരിക്കുന്ന പോലെ കാല് പിടിക്കാനോ? അദ്ദേഹം എന്റെ അടുത്ത് വന്നു സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. വെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് UDF പ്രവേശനല്ല കേട്ടോ. വെയിറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പിണറായി അവസാനിപ്പിക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യൂ, അങ്ങനെയാ ഉദ്ദേശിച്ചത്. ഓ, എല്ലാം കോളാക്കും. പകൽ വെളിച്ചത്തിൽ വലിയ വെല്ലുവിളിയൊക്കെ നടത്തുവച്ചാലും രാത്രി വന്ന് രാഹുൽ ബ്രോ കാല് പിടിക്കുന്ന അറിയണതല്ലേ. എന്നിട്ട് എന്തിനാ അതൊക്കെ നാട്ടുകാരോട് വിളിച്ചു പറയണത്? അദ്ദേഹം പാലക്കാട് മത്സരിക്കുമ്പം അദ്ദേഹത്തിന് പരിപൂർണ പിന്തുണ ഞാൻ കൊടുത്തതാണ്. ഇതേപോലെ സ്വകാര്യമായി എന്നെ വന്ന് കണ്ടതാ. ഞാൻ ഇന്ന് വരെ ഒരാളോട് ഇത് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, ഇന്ന് വരെ ആരും അറിഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. പാവ രാഹുൽ മാങ്കൂട്ടത്തില് ഈ രാത്രിയില് പോയി കാല് പിടിച്ചതും ചർച്ചിച്ചതും സോപ്പിട്ടതും ഒക്കെ വെറുതെ ആയില്ലേ? ഈ അമ്മൂക്കെല്ലാം കൊണ്ടുപോയി നശിപ്പിച്ചില്ലേ? മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റുമോ? വിളിച്ചു പറയാതിരുന്ന ഫലം കുറയും. ഫലം ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, വിളി വേണ്ട. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ അന്തരേട്ടന് ലേശം ഉപദേശം കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ രാഹുലൂട്ടനോ ദൈലെ വീട്ടിലേക്ക് വണ്ടി കയറിയത്. അതിന് ഇത്ര കയറി കേട്ടണോ ഗൈസ്? ടി.വി. അൻവർ ഞങ്ങൾക്കൊരു തലവേദനയേ അല്ല എന്ന് പറഞ്ഞിട്ട് രാഹുൽ മാങ്കൂട്ടത്തില് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ അൻവറേട്ടന് എന്തെങ്കിലും തലവേദന ഉണ്ടോന്ന് അന്വേഷിക്കേണ്ടത് രാഹുലൂട്ടന്റെ കടമയല്ലേ? ഇവരെല്ലാരും പിണറായിസത്തിനെതിരെ പോരാടുന്ന ഒരേ തൂവൽ പക്ഷികളല്ലെന്ന്. അതിനിപ്പോ എത്ര വിമർശിക്കാൻ എന്നിട്ടുള്ളത്? ആ കടമ എനിക്കുണ്ട് എന്നെനിക്ക് തോന്നി, അത് ഞാൻ ചെയ്തു. അതിന് തെറ്റാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ട് എന്നോട് പറയുകയാണെങ്കിൽ അത് തെറ്റാണ്. പിന്നല്ല, പാർട്ടി പറയട്ടെ, അവര് പറയില്ല. ബിക്കോസ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്ത് തന്ത്രം വേണമെങ്കിലും പയറ്റാലോ. നിങ്ങൾ നോക്കിക്കോ, രാഹുൽ ബ്രോനെ എല്ലാവരും കൂടെ ഒരേ സ്വരത്തിൽ അഭിനന്ദിക്കും. ജൂനിയർ ആയിട്ടുള്ള ഒരു MLA ആണോ ചുമതലപ്പെടുന്നത്? അദ്ദേഹം തന്നെ പോയതാണ്. അദ്ദേഹം പോയത് തെറ്റാണ് എന്നാണ് എന്റെ അഭിപ്രായം. പോകാൻ പാടില്ലായിരുന്നു. പണിവാളും നേരം നേതൃത്വം പറഞ്ഞത് കേട്ടല്ലോ അല്ലേ? രാഹുൽ ബ്രോ ഇത്ര നേരം പറഞ്ഞതിന് മറുപടി പറയും. ഞാനെന്താ പറഞ്ഞത്? ഞാനെന്താ പറഞ്ഞത്? അല്ല, ഞാനെന്താ പറഞ്ഞത്? ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ഇല്ല, ഞാനിപ്പോ എന്തോ പറഞ്ഞു. പാർട്ടിയിലെ ആളാവാൻ നോക്കിട്ട് ഇപ്പൊ എന്തായി? വല്ല ഗുണുണ്ടായ? ഒന്നുമില്ല. എന്നിട്ട് ഇപ്പൊ എന്തായി? നേരം വെളുത്തപ്പോഴത്തേക്കും ടി.വി. അൻവർ മലക്കം മറിഞ്ഞ് മൂപ്പര് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. ഈ പറയുന്ന നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതവും ആശീർവാദവും തേടുകയാണ്. നിങ്ങൾ ഇത് എന്തുട്ടാണ് ചങ്ങായി? ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് UDF-ലേക്ക് ഇല്ല, മത്സരിക്കാനും ഇല്ലാന്നൊക്കെ? ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അൻവറിനെ പൂജ്യത്തിലാക്കി. ഒരു ദിവസം 3 കുപ്പായിടുന്നവരാ. ഞാൻ ഈ ഷർട്ട് ഇന്നലട്ടെ അറിയാം. അന്ന് വരെ കയ്യിൽ 5 പൈസ ഇല്ലാഞ്ഞിട്ട് പെട്ടെന്ന് എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ കാശ് വന്നത്? ആളുകൾ പറയുന്ന പൈസ ഞങ്ങൾ തരാം, ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അൻവറാക്ക് ഞങ്ങൾ നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാൽ മതി എന്ന് പറയുന്നു പലരും വിളിച്ചിട്ട്. പൈസ ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ മത്സരിക്കാതിരിക്കണ്ടെന്ന്. അങ്ങനെ ജനങ്ങൾ നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കുറച്ചേരം മുന്നേ അൻവറേട്ടൻ വേറൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നു. പുതിയതായിട്ടൊരു മുന്നണി തന്നെ പ്രഖ്യാപിച്ചു, ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി. എങ്ങനെയുണ്ട് പുതിയ മുന്നണി? ഇഷ്ടപ്പെട്ടാ? ഇനി ആശയക്കുഴപ്പമെന്ന് പറയരുത് ടി.വി. അൻവറിന്റെ കാര്യത്തില്. മൂപ്പർക്ക് ആശയങ്ങളുടെ കാര്യത്തില് ഒരു തള്ളിക്കയറ്റാണ്. അതുകൊണ്ടാണ് മുന്നണികൾ ഇങ്ങനെ ചാടി പോണതും പുതിയ മുന്നണി രൂപീകരിക്കുന്നതും. ജസ്റ്റ് ഫോർ എന്റർടൈൻമെന്റ്.